മധുവങ്കിൾ, ദക്ഷിണാമൂർത്തി സ്വാമികളുടെ റൗണ്ടാണ് വരുന്നത്. പാട്ട് പാടാനായിട്ട് എത്തുന്നത് നമ്മുടെ കുഞ്ഞാറ്റക്കിളിയാണ്. പാട്ട് പാടി ഉറക്കാൻ വരികയാണോ? നമുക്ക് നോക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സുഭദ്രകുട്ടി കുഞ്ഞാറ്റക്കിളി ഓൺ സ്റ്റേജ്. നീ ഏത് പാട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത്? പാട്ടുപാടി ഉറക്കാം ഞാൻ പറഞ്ഞില്ലേ മീനുട്ടി, പാട്ടുപാടി ഉറക്കാൻ വരികയാണോ എന്ന് ചോദിച്ചില്ലേ? എനിക്ക് ഇങ്ങനെ ഉറക്കം വരാതിരിക്കുമായിരുന്നു, അതുകൊണ്ട് കുഞ്ഞാറ്റയുടെ പാട്ട് കേട്ടിട്ടാണ് പറഞ്ഞത്. തുടക്കം ഒന്ന് പാടിക്കേ. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. കുറച്ച് വെള്ളം ഒഴിക്കി. പാടില്ല. ഈ പാട്ട് കേട്ടിട്ട് ഉറങ്ങാൻ പാടില്ല. അതാണ് ഇന്നത്തെ ടാസ്ക്. ഫിലിം സീത, വർഷം 1960, മ്യൂസിക് ദക്ഷിണാമൂർത്തി സാർ, ലിറിക്സ് അഭയദേവ് സാർ, പാടിയത് സുശീലാമ്മ. Yes. All the best. Thank you. All the best. All the best. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. നീയുറങ്ങിൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. നിന്നാലി പുൽമാടം പൂമേടയായടാ. നിന്നാലി പുൽമാടം പൂമേടയായടാ. കണ്ണാ നീ എനിക്കു സാമ്രാജ്യം കൈവന്നെടാ വന്നെടാ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. രാജാവായി തീരും നീ ഒരു കാലമോമനേ. രാജാവായി തീരും നീ ഒരു കാലമോമനേ. മറക്കാതെയെന്നു തൻ താതൻ ശ്രീരാമനേ രാമനേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. രാരിരാരോ രാരിരോ രാരിരാരോ
നമുക്ക് എങ്ങനെ ഉറങ്ങണം എന്ന് തീരുമാനിക്കാമേ. ആ. രാരീ രാരീരം രാരു പാടി രാക്കിളി പാടി, ഇത് പാടി ഉറങ്ങണോ? രാരി രാരു രാരിരോ രാരി രാരോ രാരിരോ, ഇത് പാടി ഉറങ്ങണോ അത് പാടി ഉറങ്ങണോ? രാരിരാരോ രാരിരോ പാടി ഉറങ്ങിയാൽ മതി. അല്ലെങ്കിൽ പാട്ട് പാടി ഉറക്കാം. ഞാൻ എന്റെ ഫസ്റ്റത്തെ രാരിരാരോ പാടി ഉറങ്ങിയാൽ മതി. എങ്ങനെയുണ്ട്? കൺഫ്യൂഷൻ ആയല്ലോ. ഏത് വെച്ച് ഉറങ്ങും നമ്മളിനി? വലിയൊരു ആഗോള പ്രശ്നമല്ലേ? ഞാൻ പാടിയ രാരിരാരോ അത് അത് വെച്ചോ. കേട്ടാ ഉറങ്ങിയാ മതി എന്ന്. അത് മതി. കൂടുതൽ ഓപ്ഷൻ ഒന്നും ഇല്ല. കൂടുതലൊന്നും പറയണ്ട. വളരെ സൂതിങ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. എനിക്ക് സത്യത്തിൽ ഒരു ഉറക്കത്തിന്റെ ഒരു ലാഞ്ചന വന്നില്ലേ എന്നൊരു സംശയം. അങ്ങനെയൊക്കെ സൂതിങ് ആയിട്ട് പാടുമ്പോഴത്തേക്ക് ഉറങ്ങി പോകും കേട്ടോ. കുഞ്ഞ് സർട്ടൻലി ഉറങ്ങും. ഇത് ഒരു കുഞ്ഞിന്റെ മുമ്പിലാണ് ഇത് പാടണമെങ്കിൽ അപ്പൊ ഉറങ്ങിയിരിക്കും, ഒരു സംശയമില്ല കേട്ടോ. അധികം ശബ്ദം ഉയർത്തിയില്ല. ഇടയ്ക്ക് വന്നില്ലേ, നിന്നാലി പുൽമാടം പൂമേടയായടാ, കണ്ണാണേ എനിക്ക് സാമ്രാജ്യം കൈവന്നടാ, അല്ലെ? അതില് ശബ്ദം ഉയർത്തിയില്ല, അത് നന്നായി. പക്ഷെ ശബ്ദം ഉയർത്താതെ നമ്മുടെ കുഞ്ഞാറ്റ ഇങ്ങനെ പിടിച്ചു വെച്ചപ്പോ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, അടുത്ത ലൈനിൽ ശബ്ദം ഒന്ന് ചെറുതായിട്ട് ഒരു വേരിയേഷൻ വന്ന പോലെ തോന്നി. സാമ്രാജ്യം കൈവന്നട, അതെങ്ങനെ പാടി? ഇപ്പൊ കറക്റ്റ്. അതെ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അപ്പ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പ പ്രശ്നമില്ല. ഓക്കെ. പിന്നെ പൈതലേ ആ സംഗതി ചരണം കഴിഞ്ഞിട്ടുള്ളതില് പൈതലേ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങിൻ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ. ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ കുഞ്ഞാറ്റ നമ്മുടെ കരളിന്റെ കാതലാവും കേട്ടോ. ഓ, ഓൾറെഡി ആണ്. കൂടുതൽ അങ്ങനെയാവും. അഡിക്റ്റഡ് ആവും, കുഞ്ഞാറ്റയുടെ വോയിസിലോട്ട് അഡിക്റ്റഡ് ആവും കേട്ടോ. ഇങ്ങനെയൊക്കെ പാടിയാ അത് നല്ല രസമായിരുന്നു. ക്യാപ്റ്റൻ, യെസ്, ഈ പാട്ട് എഴുതിയിരിക്കുന്നത് അഭയദേവ് സാറാണ്. ഏകദേശം 500ഓളം പടങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൊച്ചുമോനാണ് നമ്മുടെ അമ്പിളിക്കുട്ടൻ ചേട്ടൻ, ബഹ്റൈനിലെ. വണ്ടർഫുൾ മ്യൂസീഷ്യനാണ് അമ്പിളിക്കുട്ടൻ ചേട്ടൻ. അപ്പൊ അമ്പിളി ചേട്ടന് ഒരു നമസ്കാരം. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി ആദ്യമായിട്ട് RK ശേഖർ സാറുമായിട്ട് ചേരുന്നത് ഈ പാട്ടിലാണ്. അപ്പൊ പിന്നെ എത്രയോ പാട്ടുകൾക്ക് റഹ്മാൻ സാറിന്റെ അച്ഛൻ, അപ്പൊ അദ്ദേഹമാണ് ഓർക്കസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ദിസ് വെരി ഫസ്റ്റ് സോങ് സങ് ബൈ സുശീലാമ്മ ഫോർ മലയാളം ഫിലിംസ്. അപ്പൊ അത്രയും പ്രത്യേകതകളുള്ള സ്പെഷ്യൽ സോങ് ആണ്. അതാണ് നമ്മുടെ കുഞ്ഞാറ്റ ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് വന്നത്. കൈവെള്ളയെ വെച്ച് തന്നെ അത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ശരിയാക്കി കുഞ്ഞാറ്റെ, എന്തോ ഈ പാട്ടിനെ എങ്ങനെ താലൂര് ചോമനിച്ച് പാടി, അതെനിക്കിഷ്ടപ്പെട്ടു. എന്തൊരു വ്യത്യാസം, ചെറിയൊരു മോഡുലേഷൻ. പെട്ടെന്ന് പ്രേം നസീർ അതെ, ഒരു ഉറക്കം എണീറ്റപ്പോഴത്തേക്കും. അത് ഉറക്കം വന്നിരുന്നു ശരിക്കും. അതെ, എന്തായാലും എനിക്ക് ആ ഇടയ്ക്ക് കട്ടായി പോയില്ലേ, കണ്ണാണേ എനിക്ക് സാമ്രാജ്യം കൈവന്നടാന്നുള്ളടത്ത് വോയിസ് കട്ടായി. അത് കഴിഞ്ഞിട്ട് വന്ന പാട്ടുപാടിയിലും വോയിസ് കട്ടായി. ഇത് 2 സ്ഥലത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം വളരെ വളരെ മനോഹരമായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി കേട്ടോ. ഇത് എപ്പോഴും ഇപ്പൊ MJ പറഞ്ഞ പോലെ ഇത് കുഞ്ഞാറ്റയുടെ ഒരു സ്റ്റൈലല്ല, എപ്പോഴും പാടുന്ന രീതിയിലുള്ള ഒരു പാട്ടല്ല അല്ലേ. ഇത് കുഞ്ഞിനെ കുഞ്ഞ് ഉണരരുത്. കുഞ്ഞാറ്റ സാധാരണ പാടുന്ന ചില പാട്ടുകളൊക്കെ പാടുന്ന പോലെ ഓപ്പണായിട്ട് പാടിക്കഴിഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോൾ
തുറച്ചു നോക്കാൻ തൊട്ടിലി കിടന്ന് ആരടാന്ന് ചോദിക്കും. അത് നമുക്ക് കേട്ടിയോ? അത് കേൾക്കാം അല്ലേ? അങ്ങനെ ഒന്ന് പാടി തുറന്ന് ഒന്ന് തുറന്നു പാടിയേ. സാധാരണ നാടൻ പാട്ടൊക്കെ പാടുന്ന പോലെ ഈ പാട്ടൊന്ന് പാടിയേ നോട്ടെ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. ഇത് കേൾക്കാൻ നല്ലതാണ്. ഞാൻ പോട്ടാ. ഇത് കേൾക്കാൻ നല്ലതാണ്. ഇപ്പൊ പോ ഞാൻ. കുറച്ചുകൂടി കുറച്ചൊന്ന് ഒതുക്കിയാൽ മതി. അത്രയും നേരത്തെ പാടിയ പോലെ അത്രയും ഹസ്കി ആക്കാണ്ട് ഇതൊന്ന് കുറച്ച് ഒതുക്കി കഴിഞ്ഞാൽ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. ഇതാണ് യെസ്, ഇത് തന്നെ. ഇത് ഇങ്ങനെ പാടിയിരുന്നെങ്കിൽ ചിലപ്പോ ആ കട്ട് വരില്ലായിരുന്നു കേട്ടോ. ബില്ല് പാസ്സായോ? അടിച്ചോളൂ. അപ്പൊ കുഞ്ഞാറ്റക്കിളി, എന്തോ നമ്മൾ ആ ഒരു ബാലൻസ് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ആ ഒരു നമുക്കുള്ള ആ ഒരു നാച്ചുറൽ ത്രോവും നമ്മുടെ പാട്ടിന് വേണ്ടതും എന്താണോ അതിന്റെ ഒരു 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 നമുക്ക് എന്താണോ പറ്റുന്നത്, നമ്മുടെ വോയിസിന് എന്താണോ പറ്റുന്നത്, അതിന്റെ ആ ഒരു ബാലൻസ് നമ്മൾ എപ്പോഴും കണ്ടുപിടിച്ചാൽ മാത്രമേ പാട്ട് നമുക്ക് അടിപൊളിയായി പാടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ശബ്ദം എന്ത് ചെയ്യും? കാറ്റ് മാത്രമാകും കേട്ടോ. അപ്പൊ അങ്ങനത്തെ പ്രാക്ടീസിൽ അങ്ങനത്തെ അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് തന്നെ എഴുതിയത് ത്രോട്ടിന് എന്തെങ്കിലും കുഴപ്പം വന്നോ, ആ ഒരു ഹസ്കിനെസ് കൂടിയിട്ട് എന്നുള്ളൊരു സംശയം. പക്ഷെ കുഞ്ഞാറ്റക്കിളി പല 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 ടൈപ്പ് പാട്ടുകള് പാടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് അത് പാടുന്നതിന് പ്രത്യേകം ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. അഭിനന്ദനം. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റു കുഞ്ഞാറ്റക്കിളി, എഴുന്നേറ്റു. അതാണ് ഇപ്പം ചേട്ടന്റെ കാണുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഒരു 92.75. എത്ര? 92.75. കാരണം ഹസ്കി ആയിട്ട് പാടിയ കാരണം കൊണ്ട് അതിന്റെ ആ ഒരു ശരിയായില്ല ശബ്ദത്തിന്റെ കട്ട്. ഇപ്പൊ നേരത്തെ പാടിപ്പിച്ചില്ലേ? രണ്ടാമത് മാർക്കൊക്കെ വ്യത്യാസമായിരിക്കും. ഇത്രയ്ക്ക് അങ്ങോട്ട് വ്യത്യാസം. പുതിയ രീതിയാണ് ഇതിന്റെ എല്ലാം. ഇപ്പൊ രണ്ടാമത് പാടിപ്പിച്ചപ്പോ കറക്റ്റായി പാടിയിട്ട് രണ്ടാമത് പാടിയില്ലേ? അങ്ങനെ ഈ പാട്ട് ഫുള്ള് പാടിയിരുന്നെങ്കിൽ. പക്ഷെ രണ്ടാമത് പാടിയപ്പം അങ്ങനെ ആയില്ലേ? അപ്പൊ പിന്നെ ആയി. പക്ഷെ ടേക്കിൽ അങ്ങനെ ആയില്ലല്ലോ. അതില്ല, അപ്പൊ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാന്ന് പറയല്ലോ. അതല്ലേ ഏറ്റവും വലിയ കാര്യം നമുക്ക്. ശരി അല്ലേ? അത് അത്ര വലിയ നല്ല കാര്യമൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ പാടാൻ സ്കില്ലുള്ള ആളാണെന്ന് നമുക്ക് സ്കില്ലുള്ള ആളാണെന്ന് മനസ്സിലായി. അപ്പൊ അടുത്ത പാട്ടിന് അങ്ങനെ പാടിയാൽ അതുപോലെ മാർക്ക് കിട്ടും. എന്നാലും 92 ഭയങ്കര കുറഞ്ഞു പോയില്ലേ ഇത്? എടാ നീ ചോദിക്കടാ, ഇതിപ്പോ എനിക്കാണോ മാർക്ക് കിട്ടുക? മാർക്ക് കിട്ടണ എന്റെ ദൈവം, അറിയാതെ മാർക്ക് തന്നു സാറേ. ഇത്രയും കേട്ടിട്ട് എംജങ്ങൾ കൊടുത്തില്ല. എംജങ്ങൾ ക്രൂരനായി പോകും കേട്ടോ. ഒന്നുകൂടി വിളിച്ചങ്ങനെ ആ ഒരു അവസ്ഥയിൽ വന്നു പോയതാ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഒരു 5 മാർക്കും കൂടെ അങ്ങ് നിന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റൂ? എന്നെ കൊണ്ട് അതൊക്കെ പറ്റും. അപ്പൊ കുഞ്ഞാറ്റക്കിളി ഇന്നത്തെ മാർക്ക് 97.75 ഔട്ട് ഓഫ് 100. കുഞ്ഞാറ്റക്കിളി, അടുത്ത പ്രാവശ്യം നമ്മൾ രണ്ടും ഇങ്ങനെ ഒന്ന് കരയാൻ പാടില്ല. ഓക്കെ, അതിന് മുന്നേ തന്നെ മഴ വീഴ്ത്തണം. ഓൾ ദി ബെസ്റ്റ്. ബൈ.